തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ. നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തലക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡിലെ UDF പ്രവർത്തകർ നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ന്യൂസിനോട് പറഞ്ഞു. വാർഡിലെ മുട്ടിക്കൽ റോഡിന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും വാർഡിലെ റോഡിന് MLA അനുവദിച്ച ഫണ്ടിനെ കുറിച്ച് അറിയില്ലെന്നും പഞ്ചായത്തിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 12ാം വാർഡിലെ UDFന്റെ ഒരു സമരം, 12ാം വാർഡുമായി ബന്ധപ്പെട്ട ഒരു സമരം പഞ്ചായത്തിലേക്ക് ഉണ്ടായിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, കാരണം മുട്ടിക്കൽ റോഡിന് MLAന്റെ 18 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ലീഗിന്റെ ആളുകൾ പറഞ്ഞിട്ട് അവിടെ വാർഡിൽ മൊത്തം ആളുകൾ പറഞ്ഞിരുന്നു 18 ലക്ഷം റുപ്യ മുട്ടിക്കൽ റോഡിനുണ്ടെന്ന്. പക്ഷെ അന്നും പഞ്ചായത്തേക്ക് വന്നപ്പോൾ എനിക്ക് പറയേണ്ടായിരുന്നത് പഞ്ചായത്ത് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് എന്നുള്ള. ഇന്നും തന്നെയാണ് ഞാൻ പറയുന്നത്, പഞ്ചായത്ത് 5 ലക്ഷം രൂപ മുട്ടിക്കൽ റോഡിന് വെച്ചിട്ടുണ്ട്. അത് DS-ന് അയച്ചിട്ട് ഇപ്പോൾ ടെൻഡറിങ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 18 ലക്ഷം റുപ്യ ഉണ്ട് എന്ന് പറഞ്ഞ ലീഗിന്റെ ഒരു ലീഡറുടെ വാർഡിലേക്ക്, 6ാം വാർഡിലേക്ക്, പുല്ലൂരൽ ചാലിയനില റോഡിലേക്ക് ഈ 18 ലക്ഷം റുപ്യ എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് അവരാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ പഞ്ചായത്തിലേക്ക് സമരമായിട്ട് വരികയല്ല വേണ്ടത്. ഈ 18 ലക്ഷം റുപ്യ മുട്ടിക്കൽ റോഡിനാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടി ഇരുന്ന റോഡ് അതന്നെയാണ്. കാരണം അത്രയും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് മുട്ടിക്കൽ റോഡ്. നമ്മൾ പഞ്ചായത്തിന്റെ പരമാവധി വെക്കാൻ പറ്റുന്ന ഫണ്ട് 5 ലക്ഷം രൂപ മുട്ടിക്കൽ റോഡിനെ പരിഗണിച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതും 12ാം വാർഡിൽ. ഇത് ഒരു 18 ലക്ഷം റുപ്യ ഉണ്ട് മുട്ടിക്കൽ റോഡിന് MLA വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് തന്നെ മെമ്പർ അടക്കം വേറെ റോഡിലേക്ക് വെച്ച് തരാൻ പറഞ്ഞതാ. അന്ന് നമ്മളങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് കൃത്യമായ വിവരങ്ങളില്ലാതെ നിങ്ങൾ ഈ റോഡിന്റെ ഫണ്ടുകളും കാര്യങ്ങളും ഒന്നും വാർഡിൽ പറഞ്ഞു പരത്തേണ്ട ഒരാവശ്യമില്ല. അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സമരം നടത്തേണ്ട ആവശ്യമില്ല. കാരണം ജനപ്രതിനിധികൾ എല്ലാവരും MLA MP തൊട്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അടക്കം എല്ലാവർക്കും ഏതൊരു റോഡിനും ഫണ്ട് വെക്കാനുള്ള ബാധ്യത ഉണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും വോട്ടിട്ട് ജയിച്ചു വന്ന ആൾക്കാരാണ്. പഞ്ചായത്തിന്റെ മേലേക്ക് ഈ 18 ലക്ഷം റുപ്യ ഇല്ലാന്ന് പറയാനുള്ള മടിക്ക് പഞ്ചായത്താണ് എല്ലാത്തിനും കാരണം എന്ന് വെക്കേണ്ട ആവശ്യമൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല. അതൊന്നും ആൾക്കാരെ പൊട്ടന്മാരാക്കേണ്ട ആവശ്യമില്ല. വോട്ടിട്ട് ജയിക്കുമ്പോൾ മെമ്പർ അടക്കം എല്ലാവരും 18 ലക്ഷം ആ വാർഡിലുണ്ടെന്ന് പറഞ്ഞ് പരത്തി അവിടെ മൊത്തം 18 ലക്ഷം ആ വാർഡിൽ എല്ലാവരും വന്ന് ഇന്നോടനെ ചോദിച്ചിട്ടുണ്ട് പലരും, എന്താണ് MLAന്റെ പണി നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളിത് ഇടപെട്ട് ഈ സമരം MLAന്റെ ഈ 18 ലക്ഷം രൂപ നേടിയെടുക്കാനുള്ള ഒരു സമരമാക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ആ 12ാം വാർഡിൽ എല്ലാവിധ പരിഗണനയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആയുർവേദ ഡിസ്പെൻസറിക്ക് നല്ലൊരു കെട്ടിടം ആ വാർഡിലാണ് വരുന്നത്. അതിന്റെ തൊട്ടടുത്ത റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പൈസ വെച്ചിട്ട് മറ്റേ ഡ്രൈനേജിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ അതിനൊരു നല്ല ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 8-10 വർക്കോളം അവിടെ കഴിഞ്ഞു നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പുഴയുടെ സൈഡ് കെട്ടല് കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷം രൂപ വെച്ചിട്ട് അരിപ്പാത്തോടന്റെ സൈഡ് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് മെമ്പർ പറഞ്ഞ ഒരുവിധം എല്ലാ റോഡ് നടപ്പാതകൾക്കൊക്കെ നമ്മൾ ഫണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് പരിമിതമായ ഫണ്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 19 വാർഡുകളിലും തുല്യമായി ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ഈ ഭരണസമിതി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.